നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികളെയും അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പ്ലസ് ടുവിലെ ജിയോഗ്രഫിയുടെ 5-ാമത്തെ അധ്യായമാണ് പ്രൈമറി ആക്ടിവിറ്റീസ്, അതായത് പ്രാഥമിക പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഒരു ക്ലാസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിരുന്നു. ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ട്രാൻസ്ഹ്യൂമൻസ് ആണ്. ആദ്യമായിട്ട് പഠിക്കുക ട്രാൻസ്ഹ്യൂമൻസ്. എന്താണ് ട്രാൻസ്ഹ്യൂമൻസ് എന്ന് നോക്കാം. അതായത് ഈ മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്തുന്ന മനുഷ്യൻ ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യത്യാസമനുസരിച്ച് ഗ്രീഷ്മത്തിലും അതുപോലെ ശൈത്യത്തിലും ആ വ്യത്യസ്തമായ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കാലികളെ ഉപജീവനത്തിന് വേണ്ടി പുൽമേടുകളിൽ കൊണ്ടുപോയി തീറ്റിക്കുകയും ആ ഒരു കാലം കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളത് പറയുന്നത്. അതായത് ഹെഡ്സ് ഓഫ് അനിമൽസ് ആർ ടേക്കൺ ഫ്രം പ്ലെയിൻ ഏരിയാസ് ടു പാസ്റ്റേഴ്സ് ഓൺ മൗണ്ടെയ്ൻസ് ഡ്യൂറിങ് സമ്മർ. സമ്മർ എന്ന് പറഞ്ഞാൽ വേനൽക്കാലമാണ്. വേനൽക്കാലങ്ങളിൽ അവർ അനിമൽസിനെ ആർ ടേക്കൺ ഫ്രം പ്ലെയിൻ ഏരിയാസ്. പ്ലെയിൻ എന്ന് പറയുന്നത് സമതല പ്രദേശങ്ങൾ. സമതല പ്രദേശങ്ങളിൽ നിന്നും ടു പാസ്റ്റേഴ്സ് ദ മൗണ്ടെയ്ൻസ് ഡ്യൂറിങ് സമ്മർ. ഗ്രീഷ്മകാലത്ത്, അതായത് വേനൽക്കാലത്ത് അല്ലെങ്കിൽ ഗ്രീഷ്മകാലത്ത് തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ അവർ എന്ത് ചെയ്യുന്നു? സമതലങ്ങളിൽ നിന്ന് മലമ്പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ കുന്നിൻ പ്രദേശങ്ങളിലേക്ക് ഉള്ള പുൽമേടുകളിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇനി തിരിച്ച് നമ്മൾ നോക്കിയാൽ, തിരിച്ച് ശൈത്യകാലമാകുമ്പോൾ, വിൻ്റർ സീസൺ ആകുമ്പോൾ ഈ മൗണ്ടെയ്ൻസിൽ നിന്ന് തിരിച്ച് പ്ലെയിൻസിലേക്കും കൊണ്ടുവരും. അപ്പോൾ ഇതാണ് നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് സമ്മറിൽ അവർ പ്ലെയിൻസിൽ നിന്ന് മൗണ്ടെയിനിലേക്കും, അതേപോലെ വിൻ്ററിൽ അവർ മൗണ്ടെയിനിൽ നിന്ന് പ്ലെയിനിലേക്കും വരും. അപ്പോൾ സമ്മർ, അതായത് ഗ്രീഷ്മകാലം അല്ലെങ്കിൽ വേനൽക്കാലങ്ങളിൽ പ്ലെയിൻ സമതല പ്രദേശങ്ങളിൽ നിന്ന് മൗണ്ടെയിൻസ്, അതായത് കുന്നുകളിലേക്കുള്ള അല്ലെങ്കിൽ കുന്നിൻ പ്രദേശങ്ങളിലെ പുൽമേടുകളിലേക്ക് കൊണ്ടുപോകുന്നു. തിരിച്ച് വിൻ്റർ സീസൺ ആകുമ്പോൾ ആ മൗണ്ടെയിൻസിൽ നിന്ന് തിരിച്ചവർ പ്ലെയിൻസിലേക്ക് ഈ കാലികളെ കൊണ്ടുപോകുന്നു. ഈ രീതിക്ക് ഇപ്രകാരം ഋതുഭേദമനുസരിച്ചുള്ള ഒരു കുടിയേറ്റം ആയിട്ട് നമുക്ക് പറയാം. ഇതിനെയാണ് ട്രാൻസ്ഹ്യൂമൻസ് എന്ന് പേരിട്ട് പറയുക. അപ്പോൾ അവിടെ രണ്ട് കാലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് സമ്മറും മറ്റൊന്ന് വിൻ്ററുമാണ്. സമ്മർ എന്ന് പറയുന്നത് വേനൽക്കാലവും വിൻ്റർ ശൈത്യകാലവുമാണ്. സമ്മർ സീസണിൽ അവർ ഈ ഹെഡ്സ് ഓഫ് അനിമൽസിനെ അവരെന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ആർ ടേക്കൺ ഫ്രം പ്ലെയിൻസ് ടു മൗണ്ടെയ്ൻസ് ഡ്യൂറിങ് സമ്മർ. അത് പ്ലെയിൻസിൽ നിന്ന്, അതായത് സമതല പ്രദേശങ്ങളിൽ നിന്ന് മൗണ്ടെയ്ൻസിലേക്ക് അല്ലെങ്കിൽ കുന്നിൻ പ്രദേശങ്ങളിലെ അല്ലെങ്കിൽ മലമ്പ്രദേശങ്ങളിലെ പുൽമേടുകളിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ച് വിൻ്റർ സീസൺസ്, ഇൻ വിൻ്റർ അവർ they are taken from the plains to mountain regions. അപ്പോൾ എങ്ങനെയാണ് തിരിച്ചും കൊണ്ടുവരുന്ന രീതിക്കാണ് നമ്മൾ ട്രാൻസ്ഹ്യൂമൻസ് എന്നാണ് പേരിട്ട് വിളിക്കുക. അപ്പോൾ എന്താണ് ട്രാൻസ്ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ? സമ്മർ സീസണുകളിൽ അവരുടെ വളർത്തുമൃഗങ്ങളെ സമതല പ്രദേശങ്ങളിൽ നിന്ന് മലമ്പ്രദേശങ്ങളിലേക്കുള്ള പുൽമേടുകളിലേക്കും, അതേപോലെ വിൻ്റർ അല്ലെങ്കിൽ ശൈത്യകാലങ്ങളിൽ മലമ്പ്രദേശങ്ങളിൽ നിന്നും തിരിച്ച് പ്ലെയിൻസിൽ, അതായത് സമതലങ്ങളിലെ പുൽമേടുകളിലേക്കും കൊണ്ടുവരുന്നു. ദിസ് പ്രാക്ടീസ് ഓഫ് മൂവിങ് ലൈവ് സ്റ്റോക്ക് സീസണലി, ഇപ്രകാരം വളർത്തുമൃഗങ്ങളെ ഋതുഭേദങ്ങൾ, സീസൺ അതായത് ഋതുഭേദങ്ങൾ അനുസരിച്ച് ഫ്രം വൺ ഗ്രാസിംഗ് ഗ്രൗണ്ട് ടു അനദർ, ഒരു പുൽമേട്ടിൽ നിന്ന് മറ്റൊരു പുൽമേട്ടിലേക്ക്, ഈസ് നോൺ ആസ് ട്രാൻസ്ഹ്യൂമൻസ് എന്നാണ് അതിന് പേരിട്ട് പറയുക. അപ്പോൾ ഹെഡ്സ് ഓഫ് അനിമൽസ് ആർ ടേക്കൺ ഫ്രം പ്ലെയിൻ ഏരിയാസ് ടു പാസ്റ്റേഴ്സ് ഓൺ മൗണ്ടെയിൻ റീജിയൻസ് ഡ്യൂറിങ് സമ്മർ. അതുപോലെ തന്നെ ഇൻ വിൻ്റർ ദേ ആർ ടേക്കൺ ടു ദ പ്ലെയിൻസ് ഫ്രം ദ മൗണ്ടെയിൻസ്. ദിസ് പ്രാക്ടീസ് ഓഫ് മൂവിങ് ലൈവ് സ്റ്റോക്ക് സീസണലി ഫ്രം വൺ ഗ്രാസിംഗ് ഗ്രൗണ്ട് ടു അനദർ ഈസ് നോൺ ആസ് ട്രാൻസ്ഹ്യൂമൻസ് എന്നാണ് പറയുക. ഇനി അത്തരത്തിലുള്ള ഈ രീതിയിലുള്ള ഈ ട്രാൻസ്ഹ്യൂമൻസുകൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് നമ്മൾ ഹുജ്ജാർസ് എന്ന് പറഞ്ഞ ഹുജ്ജാറുകൾ
ഹെജ്ജാറുകളെന്ന് പറയുന്ന, അതേപോലെ തന്നെ ബാക്കർവാൾസ്, ഇവരൊക്കെ ഇത്തരത്തിൽ കാലികളെ ഇതുപോലെ തെളിച്ചുകൊണ്ട് പോകുന്നവരാണ്. ഇവരെല്ലാം ഇതുപോലെ തന്നെ മൈഗ്രേഷൻ നടത്തുന്നവരാണ്. കാലികളുമായിട്ടുള്ള മൈഗ്രേഷൻ നടത്തുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഹുജാഴ്സുകളും അതുപോലെ ബക്കർവാൾസുമൊക്കെ. ഇത്തരത്തിൽ കാലികളെ ഒരു സീസണിൽ നിന്ന് മറ്റൊരു സീസണിലാകുന്നത് വരെ ഇതുപോലെ ഒരു റീജിയനിൽ നിന്ന് മറ്റൊരു റീജിയനിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കാണപ്പെടുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറയുക. അപ്പോൾ 2 കാലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് സമ്മറും ഒന്ന് വിൻ്ററാണ്. സമ്മറിൽ അവർ സമതല പ്രദേശങ്ങളിൽ നിന്നും മൗണ്ടൈൻസിലെ മലമ്പ്രദേശങ്ങളിലെ പുൽമേടുകളിലേക്ക് കാലികളെ തെളിച്ചു കൊണ്ടുപോകും. അതേപോലെ വിൻ്റർ സീസൺ ആകുമ്പോൾ, ശൈത്യകാലമാകുമ്പോൾ ഈ മലമ്പ്രദേശങ്ങളിൽ നിന്ന് മടങ്ങി അവർ വീണ്ടും കാലികളെ ഈ സമതല പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ഇത്തരത്തിലുള്ള കാലികളുമായിട്ടുള്ള ഒരു കുടിയേറ്റത്തെയാണ് നമ്മൾ ട്രാൻസ്ഹ്യൂമൻസ് എന്ന് പറയുക. ഹെജ്ജാറുകളും ബക്കർവാൾസുമൊക്കെ ഇത്തരത്തിൽ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. അടുത്തതെന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കാലി വളർത്തലാണ്. അതായത് കൊമേഴ്സ്യൽ ലൈവ് സ്റ്റോക്ക് റെയറിംഗ് ആണ് നമുക്ക് പഠിക്കുന്നത്. കൊമേഴ്സ്യൽ ലൈവ് സ്റ്റോക്ക് റെയറിംഗ്, അതായത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കാലി വളർത്തൽ എന്താണെന്ന് നമുക്ക് നോക്കാം. വാണിജ്യാടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ കൊമേഴ്സ്യൽ എന്ന് പറഞ്ഞാൽ വാണിജ്യാടിസ്ഥാനത്തിൽ, കൊമേഴ്സ്യൽ ആകുമ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ കച്ചവട, അതായത് വെറും നിത്യവൃത്തിക്ക് വേണ്ടിയിട്ടല്ല, അതൊരു കച്ചവട താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വലിയ തോതിൽ നടത്തുക. അപ്പോൾ അവിടെ ഒരു വാണിജ്യപരമായിട്ടുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ വീടുകളിലൊക്കെ നമ്മൾ 1-2 വളർത്തുന്നത് പോലെയല്ല, അത് വലിയ ഫാമുകളാക്കി വളരെ വൻതോതിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നടത്തണമെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ഓർഗനൈസ്ഡ്, ഇത് വളരെയധികം സുസംഘടിതമായിരിക്കും. വാണിജ്യാടിസ്ഥാനത്തിലുള്ള ലൈഫ് സ്റ്റോക്ക് റെയറിംഗ് എന്ന് പറയുന്നത് അത് വെൽ ഓർഗനൈസ്ഡ് ആണ്, അതായത് വളരെയധികം സംവിധാനം ചെയ്യപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ആൾസോ ഇൻവോൾവ്സ് മച്ച് ക്യാപിറ്റൽ. അത് മാത്രമല്ല, അതിന് വളരെ വലിയ എമൗണ്ട് ആവശ്യമാണ്, ക്യാപിറ്റൽ, മൂലധനം ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോഴിത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളതാണ്, വളരെയധികം സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, അതിന് വളരെ വലിയ മൂലധനം ആവശ്യമാണ്. അത് മാത്രമല്ല, ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് മോർ ഇൻ വെസ്റ്റേൺ കൺട്രീസിലാണ്. ഇത് കൂടുതലും കണ്ടുവരുന്നത് നമ്മുടെ ഏഷ്യ, ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളില്ല, പകരം അത് കൂടുതലും കണ്ടുവരുന്നത് വെസ്റ്റേൺ കൺട്രീസിലാണ്. ഇത് കൂടുതൽ സാധ്യതകൾ കാണപ്പെടുന്നു. അല്ലെങ്കിൽ ലോകത്ത് പടിഞ്ഞാറൻ രാജ്യക്കാരാണ് ഈ പ്രവർത്തനം കൂടുതലായിട്ട്, അതായത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കാലി വളർത്തൽ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ലൈഫ് സ്റ്റോക്ക് റെയറിംഗ് നടത്തുന്നത് കൂടുതലും വെസ്റ്റേൺ കൺട്രീസാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് എ ബെറ്റർ ഓർഗനൈസ്ഡ്, ഇത് വളരെ നല്ല രീതിയിൽ സുസംഘടിതമായിട്ട് അല്ലെങ്കിൽ സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ആൾസോ ഇൻവോൾവ്സ് മച്ച് ക്യാപിറ്റൽ, ഇതിന് വലിയ മൂലധനം ആവശ്യമായിട്ടുള്ളതാണ്. അതേപോലെ ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് മോർ ഇൻ വെസ്റ്റേൺ കൺട്രീസ്, കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എന്നുള്ളതുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത്. അതുമാത്രമല്ല, വിച്ച് കവർ, അതുകൊണ്ട് എന്തുകൊണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇത് കൂടുതൽ കണ്ടുവരുന്നു എന്ന് ചോദിച്ചാൽ, വിച്ച് കവർ ഹ്യൂജ് എക്സ്പാൻസ് ഓഫ് ലാൻഡ്. നമ്മളെപ്പോലെയല്ല, ജനസാന്ദ്രത കുറച്ചുകൂടി കുറഞ്ഞ രാജ്യങ്ങളാണ്. അപ്പോൾ അവിടെ വളരെ വിശാലമായ ഭൂപ്രദേശങ്ങൾ ഇതിനാവശ്യമായിട്ടുണ്ട്. വിസ്തൃതമായിട്ടുള്ള മേച്ചിൽപ്പുറങ്ങൾ കാലികളെ വളർത്തുന്നതിന് ആവശ്യമാണ്. അതിൻ്റെ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഈ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കാലി വളർത്തൽ കണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, വാണിജ്യാടിസ്ഥാനത്തിൽ ഒരു കാലി വളർത്തൽ നടത്തണമെങ്കിൽ അത് വളരെ കൂടുതൽ സുസംഘടിതമായിരിക്കും, അതിന് കൂടുതൽ മൂലധനം അല്ലെങ്കിൽ പൈസ ആവശ്യമാണ്, മുതൽ മുടക്ക് ആവശ്യമാണ്. ഇത് പ്രധാനമായിട്ടും വലിയ തോതിൽ പുൽമേടുകളുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളിലാണ് ഈ പ്രവർത്തനം കണ്ടുവരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അവരെന്ത് ചെയ്യുന്നു നമുക്ക് നോക്കാം. ദേ ആർ ഡിവൈഡഡ് ഇൻറ്റു സെവറൽ പാഴ്സൽസ്. അതായത് അവരുടെ ഈ വിശാലമായ പുൽമേടുകളെ അവർ നിരവധി പാഴ്സലുകളായി തിരിക്കുന്നു. പാഴ്സൽസ് എന്ന് പറഞ്ഞാൽ റീജിയൻസ് എന്നർത്ഥം. അവർ നിരവധി മേഖലകളാക്കി തിരിക്കും. ഒരു വിശാലമായ ആ പുൽമേടിനെ അവർ നിരവധി റീജിയണുകളായിട്ട്, അതിന് പാഴ്സൽ എന്നാണ് പേര് പറയുക, പാഴ്സൽസ് ആയിട്ട് അവരതിനെ തിരിക്കും. എന്നിട്ട് ദിസ് പാഴ്സൽസ് ആർ പ്രൊട്ടക്റ്റഡ്. ആ ഓരോ തിരിച്ച
ആ പുൽമേടുകളെയും ആ പാഴ്സൽ എന്ന് പറഞ്ഞ ആ റീജിയനെ അവരെന്ത് ചെയ്യുന്നു, ആർ പ്രൊട്ടക്റ്റഡ്, ആ പ്രദേശത്തെ അവർ സംരക്ഷിക്കുന്നു വിത്ത് ഫെൻസിങ്, വേലി കെട്ടിത്തിരിക്കുന്നു. അപ്പോൾ ഒരു വിസ്തൃതമായ ഭൂപ്രദേശമായിരിക്കും. ആ വിസ്തൃതമായ ഭൂപ്രദേശത്തിൽ അനേകം ആയിട്ട് അവരെന്ത് ചെയ്യുന്നു, അതിനെ തിരിക്കുന്നു. അപ്പോൾ ഓരോന്നും പ്രത്യേകം വേലി കെട്ടിത്തിരിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ വിശാലമായ പുൽമേടിനെ അവർ നിരവധി പാഴ്സലുകളായിട്ട് അല്ലെങ്കിൽ റീജിയനുകളായി തിരിച്ചിട്ട് അപ്പോൾ ഓരോന്നും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്, ഫെൻസിങ് ഉപയോഗിച്ച്, അതായത് വേലി കെട്ടി അതിനെ തിരിച്ചിട്ടുണ്ട്. എന്നിട്ട് വെൻ ദ ഗ്രാസ് ഈസ് ഇൻ വൺ പാഴ്സൽ ഈസ് യൂസ്ഡ് അപ്പ് ദേ ആർ ടു അനദർ പാഴ്സൽ. എന്നിട്ട് ഈ ഒരു റീജിയണിൽ പുല്ല് തീർന്നു കഴിയുമ്പോൾ അടുത്തത് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കാലികൾ ഉപയോഗിക്കാം. ഇതിനകത്ത് കിടന്ന് അവയ്ക്ക് പുല്ലെല്ലാം തിന്ന് കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ ആ പുല്ലൊക്കെ അവസാനിക്കുമ്പോൾ ഇവർ ഇതിൽ നിന്ന് അടുത്തയിലേക്ക് അതിനെ കടത്തിവിടും. അങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ കടന്നു പോകാനുള്ള സൗകര്യം, അതിനാണിത് പ്രത്യേകമായി പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ വിസ്തൃതമായ ഭൂപ്രദേശമായിരിക്കും, പുൽമേടുകളായിരിക്കും. ആ പുൽമേടുകളെയാണ് നിരവധി സെവറൽ പാഴ്സലുകളായിട്ട് അവർ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതെല്ലാം ഒരു ഫെൻസിങ് ഉപയോഗിച്ച് അത് വേലി കെട്ടി ഓരോ പാഴ്സലുകളെയും റീജിയനുകളെയും ഒരു പ്രത്യേകം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഓരോ പാഴ്സലിലെയും അല്ലെങ്കിൽ ഓരോ റീജിയണിലെയും പുല്ലുകൾ അവർ ഉപയോഗപ്പെടുത്തും. ആ ഒന്നിൽ തീർന്നു കഴിയുമ്പോൾ അവർ മറ്റൊന്ന് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതാണ് അതിനകത്ത് കണ്ടുവരുന്ന രീതി. ഇതാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി രീതി, കന്നുകാലി വളർത്തലിൻ്റെ രീതി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ബെറ്റർ ഓർഗനൈസ്ഡ്, it is also involves much capital, it is practiced more in western countries which have a huge expanse of land. അതേപോലെ they are divided the land into several parcels or regions. The parcels are protected with the fencing. When the grass in one parcel is used up, they are led to another parcel. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് കൂടുതൽ സുസംഘടിതമായിട്ടുള്ളതാണ്. ഇതിന് കൂടുതൽ ചെലവ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം ആവശ്യമാണ്. ധാരാളമായിട്ട് പുൽമേടുകളുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളാണിത് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള വാണിജ്യാടിസ്ഥാനത്തിലുള്ള കാലിവളർത്തൽ നടത്തുന്നത്. അവർ ഇതിനു വേണ്ടിയിട്ട് ഈ വിസ്തൃതമായ പുൽമേടുകളെ നിരവധി പാഴ്സലുകൾ അല്ലെങ്കിൽ റീജിയനുകളായി തിരിക്കുന്നു. ഈ ഓരോ പാഴ്സലുകളെയും അവർ ഫെൻസിങ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഓരോ പാഴ്സലിനെയും ഫെൻസിങ് അല്ലെങ്കിൽ ചുറ്റുമതിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ കമ്പിവേലി ഉപയോഗിച്ച് അവരതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഓരോ പാഴ്സലിലുമുള്ള പുല്ലുകൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത ഒരു പാഴ്സലിലെ പുല്ല് തീർന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത പാഴ്സൽ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ കൊമേഴ്സ്യൽ ലൈവ്സ്റ്റോക്ക് റിയറിംഗ് ഈസ് സക്സസ്ഫുള്ളി പ്രാക്ടീസ്ഡ് ഇൻ USA, ന്യൂസിലാൻഡ്, അർജന്റീന ആൻഡ് ഓസ്ട്രേലിയ. ഇത്തരത്തിലുള്ള വാണിജ്യാടിസ്ഥാനത്തിലുള്ള കാലി വളർത്തൽ പ്രധാനമായിട്ടും നടത്തുന്നത് ഓസ്ട്രേലിയ, USA, അർജന്റീന, അതേപോലെ ന്യൂസിലാൻഡ്, ഇത്തരം രാജ്യങ്ങളിലാണ് പ്രധാനമായിട്ടും വളരെ നല്ല സക്സസ് ആയിട്ട് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന രാജ്യങ്ങൾ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, അർജന്റീന, USA എന്നീ രാജ്യങ്ങളാണ്. അപ്പോൾ ലൈവ് സ്റ്റോക്ക് റിയറിംഗ് ഈസ് കൊമേഴ്സ്യൽ ലൈവ് സ്റ്റോക്ക് റിയറിംഗ് ഈസ് സക്സസ്ഫുള്ളി പ്രാക്ടീസ്ഡ് ഇൻ USA, ന്യൂസിലാൻഡ്, അതേപോലെ അർജന്റീന ആൻഡ് ഓസ്ട്രേലിയ. ഇത്തരം രാജ്യങ്ങളിലാണ് ഇത് നന്നായിട്ട് നടന്നു പോകുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കൊമേഴ്സ്യൽ ലൈവ് സ്റ്റോക്ക് പ്രാക്ടീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ കൊമേഴ്സ്യൽ ലൈവ് സ്റ്റോക്ക് പ്രാക്ടീസിനെ പറ്റി നമുക്ക് ചോദിച്ചാൽ ഇത്രയും കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. അതായത് ഇത് വളരെയധികം സുസംഘടിതമായി അല്ലെങ്കിൽ നല്ല രീതിയിൽ സംവിധാനം ചെയ്യപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ നന്നായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഇതിന് വളരെ വലിയ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം ആവശ്യമാണ്. ഇത് പ്രധാനമായും വലിയ തോതിലുള്ള പുൽമേടുകളുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളാണ് ഇത് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ ആ പ്രദേശങ്ങളെ നിരവധി പാഴ്സലുകളായി തിരിക്കുന്നു. ഓരോ പാഴ്സലുകളെയും അവർ ഫെൻസിങ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. അതിനകത്തുള്ള പുല്ലുകൾ ഒരു പാഴ്സൽ അല്ലെങ്കിൽ ഒരു റീജിയണിലെ പുല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത പാഴ്സൽ അവർ ഉപയോഗപ്പെടുത്തുന്നു.
ഇത്തരത്തിലുള്ള കൊമേഴ്സ്യൽ ലൈഫ് സ്റ്റോക്ക് റിയറിംഗ് നന്നായിട്ട് സംവിധാനം ചെയ്തു കൊണ്ടുപോകുന്ന രാജ്യങ്ങളാണ് ന്യൂസിലാൻഡ്, അതേപോലെ USA, അർജൻറ്റീന, അതേപോലെ ആസ്ട്രേലിയ, ഉറുഗ്വേ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇത്തരത്തിൽ കൊമേഴ്സ്യൽ ലൈഫ് സ്റ്റോക്ക് പ്രാക്ടീസ് നന്നായിട്ട് ലോകത്ത് കൊണ്ടുപോകുന്ന രാജ്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ട്രാൻസ് ഹ്യൂമൻസ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ കൊമേഴ്സ്യൽ ലൈഫ് സ്റ്റോക്ക് പ്രാക്ടീസാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തതെന്ന് പറഞ്ഞത് അഗ്രികൾച്ചറാണ്, കൃഷി. നമുക്കടുത്ത കൃഷി നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന അധ്യായമാണ്. അതിനകത്ത് ഇനി നമ്മൾ പറയാൻ പോകുന്ന അഗ്രികൾച്ചറിനെ പറ്റിയാണ്, കൃഷിയെ പറ്റി. കൃഷി നിങ്ങൾക്ക് എല്ലാവർക്കും അഗ്രികൾച്ചർ. കൃഷി എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ ഈസ് പ്രാക്ടീസ് ആൻഡ് ഡിഫറൻറ്റ് സിസ്റ്റം ബേസ്ഡ് ഓൺ ദ മെത്തേഡ് ഓഫ് ഫാമിംഗ്, ടൈപ്സ് ഓഫ് ക്രോപ്സ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് റൈസ്റ്റ്. അപ്പം ഇത് നമുക്ക് ഈ കൃഷി എന്ന് പറയുന്നത് നമ്മൾ പലതായിട്ട് നമുക്ക് പല രീതിയിലുള്ള കൃഷികളാണുള്ളത്. അതായത് ടൈപ്സ് ഓഫ് ക്രോപ്സ് എന്ന് പറയുന്നത് വിളകൾ, വിവിധ തരത്തിലുള്ള വിളകൾ നമുക്കുണ്ട്. എല്ലാവരും ഒരുന്നല്ലല്ലോ കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോകത്ത് എല്ലായിടത്തും ഒരേ വിളകൾ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചില സ്ഥലത്ത് നെല്ലെങ്കിൽ, ചില സ്ഥലത്ത് ഗോതമ്പ്, ചില സ്ഥലത്ത് പരുത്തി, അങ്ങനെ വ്യത്യസ്ത ഇനങ്ങളിലുള്ള വിളകളാണ് ഓരോ റീജിയണുകളും. അത് ടൈപ്സ് ഓഫ് ക്രോപ്സ് എന്ന് പറയുന്നത് അതാണ്. അതുപോലെ തന്നെ കാർഷിക രീതികളുണ്ട്, മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ ഉണ്ട്. പലതരം കാർഷിക രീതികളുണ്ട്. കാർഷിക രീതികളൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ റാബി, ഖാരിഫ്, സയ്യിദ് എന്നൊക്കെ പറഞ്ഞ പല കാർഷിക രീതികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള കാർഷിക രീതികളുണ്ട്, പലതരത്തിലുള്ള വിളകളുണ്ട്. അതുപോലെ തന്നെ മൃഗങ്ങളെ പോറ്റി വളർത്തുന്നു, വിവിധ തരത്തിലുള്ള മൃഗങ്ങളെ പോറ്റി വളർത്തുന്ന കൃഷി രീതികളുണ്ട്. അതാണ് ലൈഫ് സ്റ്റോക്ക് റൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ പറഞ്ഞ രീതികളുടെ അടിസ്ഥാനത്തിൽ കൃഷിയെ പ്രധാനത്തിരിക്കാനാണ്. അതായത് അഗ്രികൾച്ചർ ഈസ് പ്രാക്ടീസ്ഡ് അണ്ടർ ഡിഫറൻറ്റ് കാറ്റഗറി സിസ്റ്റംസ് ബേസ്ഡ് ഓൺ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ്, ടൈപ്സ് ഓഫ് ക്രോപ്സ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് റൈസ്ഡ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് മൃഗങ്ങളെ പോറ്റി വളർത്തുന്നതിൻ്റെയും വിവിധ തരത്തിലുള്ള വിളകളുടെയും വിവിധ തരത്തിലുള്ള കൃഷിരീതികളുടെയും അടിസ്ഥാനത്തിൽ കൃഷിയെ നമുക്ക് പലതായി തിരിക്കാം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് സബ്സ്റ്റൻസ് ഓഫ് അഗ്രികൾച്ചറാണ്. പ്രിമിറ്റീവ് സബ്സ്റ്റൻസ് ഓഫ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നാണ് അതിന് പേര് പറയുക. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അതിൽ ഒന്നാമത്തത്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ഇതിൽ നമ്മൾ വിവിധ തരത്തിലുള്ള കൃഷി രീതികളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു, തുടക്കത്തെ നമ്മൾ പറഞ്ഞു, വിളകളുടെ അടിസ്ഥാനത്തിലോ കൃഷി രീതികളുടെ അടിസ്ഥാനത്തിലോ മൃഗങ്ങളെ പോറ്റി വളർത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലോ കൃഷികളെ നമുക്ക് പലതായി തിരിക്കാം. അതിലൊരു കൃഷിയാണ് നമ്മൾ പറഞ്ഞത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്ന ട്രൈബുകൾക്കിടയിലൊക്കെയാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. മെനി ട്രൈബ്സ് ഇൻ ആഫ്രിക്കയിലെ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ, അതേപോലെ തന്നെ സൗത്ത് അമേരിക്ക, തെക്കേ അമേരിക്കയിലെ ഗോത്രങ്ങൾക്കിടയിൽ, അതേപോലെ സെൻട്രൽ അമേരിക്ക, മധ്യ അമേരിക്കയിലെ ഗോത്രങ്ങൾക്കിടയിൽ, ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഗോത്രങ്ങൾക്കിടയിൽ പ്രാക്ടീസ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഓഫ് അഗ്രികൾച്ചർ. അപ്പോൾ നമ്മൾ പറഞ്ഞത് മെനി ട്രൈബ്സ് ഇൻ ആഫ്രിക്ക, സെൻട്രൽ അമേരിക്ക, സൗത്ത് അമേരിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇവിടങ്ങളിലുള്ള ട്രൈബുകൾക്കിടയിലാണ് പ്രധാനമായിട്ടും ഈ രീതിയിലുള്ള കൃഷി രീതി കണ്ടുവരുന്നത്. അപ്പം തെക്കേ അമേരിക്കയിലെയോ മധ്യ അമേരിക്കയിലെയോ തെക്ക് കിഴക്കൻ ഏഷ്യയിലെയോ ആഫ്രിക്കയിലെയോ ഒക്കെ ട്രൈബുകൾ അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലാണ് ഇത്തരത്തിലുള്ളൊരു കൃഷി രീതി നമ്മൾ കണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഇനി ദ ഇൻഹാബിറ്റൻസ് ക്ലിയർ, അവിടെ വസിക്കുന്ന ഈ ഗോത്രങ്ങൾ എന്ത് ചെയ്യുന്നു? അതായത് വെജിറ്റേഷൻ ബൈ സെറ്റിംഗ് ഫയർ ടു ഇറ്റ്. അവിടെ കണ്ടുവരുന്ന ഇവർ ഈ കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ പ്രദേശത്ത് അവരെന്ത് ചെയ്യും? തീയിട്ട് നശിപ്പിക്കും. അവർ കൃഷി ചെയ്യേണ്ട ഭാഗം എന്ത് ചെയ്യുന്നു? അവർ തീയിട്ട് അതിനകത്തുള്ള വേണ്ടാത്ത കളകളും മറ്റുമെല്ലാം, കുറ്റിക്കാടും എല്ലാം എന്ത് ചെയ്യുന്നു? അവർ തീയിട്ട് നശിപ്പിക്കുന്നു. എന്നിട്ട് ഇത് ആഷസ് ദസ് ഫോംഡ് ഇൻക്രീസ്. അപ്പോൾ അങ്ങനെ തീയിട്ട് നശിപ്പിക്കുമ്പോൾ അവിടെ കുറേ ചാരമൊക്കെ ഉണ്ടാകും. ആ ആഷം എന്ന് പറയുന്ന ഫോംഡ് ഇൻക്രീസ് ഇൻ ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. ആ ചാരം മണ്ണിൽ ലയിച്ച് ആ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രദേശം അവർ ആദ്യം കാടൊക്കെ വെട്ടി ഇടും. അപ്പോൾ അതൊക്കെ കുറേ ദിവസം കഴിയുമ്പോൾ ഉണങ്ങി നന്നായി കിടക്കും. എന്നിട്ട് അതിനകത്ത് തീ കത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതെല്ലാം കൂടെ തീ പടർന്ന് അത് ചാരമായിട്ട് മാറും. അത് മണ്ണിനോട് ചേർന്ന് മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ വളക്കൂറ് വർദ്ധിക്കുന്നതിന് കാരണമായി തരും. സോ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ഈസ് ആൾസോ കാൾഡ് സ്ലാഷ് ആൻഡ് ബേൺ
അഗ്രികൾച്ചർ എന്നും പറയും. സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്നതിനൊരു പേരുണ്ട്. സ്ലാഷ് ആൻഡ് ബേൺ എന്ന് പറഞ്ഞാൽ വെട്ടിച്ചുട്ട കൃഷി എന്നർത്ഥം. അതിൻ്റെ മലയാളം വെട്ടിച്ചുട്ട കൃഷി, സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. അപ്പോൾ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ്. ആദ്യം കാട് വെട്ടിത്തെളിച്ച് തീയിട്ട് നശിപ്പിച്ച ശേഷം കൃഷി ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിനൊരു പേരാണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ, അല്ലെങ്കിൽ വെട്ടിച്ചുട്ട കൃഷി എന്നാണ് അതിന് പേര് പറയുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത് തെക്കേ അമേരിക്കയിലെയും മധ്യ അമേരിക്കയിലെയും തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും അതേപോലെ ആഫ്രിക്കയിലെയും ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു കൃഷിരീതിയാണ് പ്രിമിറ്റീവ്, അതായത് പരമ്പരാഗതമായ അല്ലെങ്കിൽ പ്രാകൃതമായ ഉപജീവന കൃഷി, അല്ലെങ്കിൽ പ്രിമിറ്റീവ് സബ്സ്റ്റൻസ് ഓഫ് അഗ്രികൾച്ചർ ഓർ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു. അത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭൂപ്രദേശത്തെ അവർ കാടുകൾ വെട്ടിത്തെളിച്ച് അത് തീയിട്ട് നശിപ്പിച്ച ശേഷമാണ് കൃഷി ചെയ്യുക. അങ്ങനെ തീയിടുന്ന വഴി ഉണ്ടാകുന്ന ചാരം മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കാടുകൾ വെട്ടി തീയിട്ട് ചുട്ട ശേഷം കൃഷി ചെയ്യുന്നത് കൊണ്ട് അതിന് മറ്റൊരു പേരാണ് ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ പ്രിമിറ്റീവ് സബ്സ്റ്റൻസ് ഓഫ് അഗ്രികൾച്ചറിന് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ അല്ലെങ്കിൽ വെട്ടിച്ചുട്ട കൃഷി എന്നും അതിനൊരു പേര് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഈസ് ഡൺ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് അണ്ടർ ഡിഫറെൻറ്റ് നൈംസ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷന് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ മൊത്തത്തിൽ നമ്മൾ പാഠഭാഗങ്ങളിലൊക്കെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു സ്ഥലത്ത് കൃഷി ചെയ്ത ശേഷം അവിടെ നിന്ന് മാറി അവൻ്റെ ഫലഭൂയിഷ്ഠി തീരുമ്പോൾ അവിടെ നിന്ന് മാറി അടുത്തൊരു പ്രദേശത്തേക്ക് പോകും. അവിടെ ചെന്നിട്ട് ഇത് തന്നെ ചെയ്യുക, ആ പ്രദേശങ്ങൾ വെട്ടിത്തെളിച്ച് തീയിട്ട് ചുറ്റ ശേഷം കൃഷി ചെയ്യുക. അതുകൊണ്ടാണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നാണ്. ഇങ്ങനെ നാടോടികളെപ്പോലെ സ്ഥിരമായിട്ടല്ല, നാടോടികളെപ്പോലെ ഓടിക്കൊണ്ടിരിക്കുക, ഒരു സ്ഥലത്ത് സ്ഥിരമായി കൃഷി ചെയ്യുന്ന ഒരു രീതിയല്ല അവരുടെ ഈ ഗോത്രങ്ങളുടെ രീതി. അതുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇൻ നോർത്ത് ഇന്ത്യ, നമ്മുടെ വടക്കേ ഇന്ത്യയിലാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ജുമ്മിങ്. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഇതിനെ വിളിക്കുന്ന പേര്, നോർത്ത് ഇന്ത്യയിൽ വിളിക്കുന്ന പേര് ജുമ്മിങ് എന്നാണ് ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനെ അല്ലെങ്കിൽ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചറിനെ വിളിക്കുന്ന പേര്. എന്നാൽ സെൻട്രൽ അമേരിക്കയിലും മധ്യ അമേരിക്കയിലും മെക്സിക്കോയിലും, സെൻട്രൽ അമേരിക്ക ആൻഡ് മെക്സിക്കോ, സെൻട്രൽ അമേരിക്കയിലും മെക്സിക്കോയിലും ഇതിനെ വിളിക്കുന്ന പേര് മിൽപ്പ എന്നാണ്. മിൽപ്പ വിളിക്കുന്ന പേര് മിൽപ്പ എന്നാണ്. അപ്പം നോർത്ത് ഇന്ത്യയിൽ വിളിക്കുന്ന പേര് ജുമ്മിങ് എന്നാണ്. സെൻട്രൽ അമേരിക്കയിലും മെക്സിക്കോയിലും വിളിക്കുന്ന പേര് മിൽപ്പ എന്നാണ്. അതേപോലെ ഇന്തോനേഷ്യയിൽ ദ പീപ്പിൾ ഓഫ് ഇന്തോനേഷ്യ ആൻഡ് മലേഷ്യ, ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഇതിനെ വിളിക്കുന്ന പേര് ലഡാങ് എന്നാണ്. അപ്പോൾ 3 പേരുകൾ നമ്മൾ പറഞ്ഞു. മൊത്തത്തിൽ നമ്മൾ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പിന്നെ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. ഇനി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല പേരുകൾ വിളിക്കുമെന്ന് പറഞ്ഞു. നോർത്ത് ഇന്ത്യയിൽ ജുമ്മിങ് ആണ്, സെൻട്രൽ അമേരിക്ക ആൻഡ് മെക്സിക്കോ മിൽപ്പ, അതേപോലെ പീപ്പിൾ ഇൻ ഇന്തോനേഷ്യ ആൻഡ് മലേഷ്യ കാൾഡ് ദിസ് ആസ് ലഡാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത്രയുമാണ് നമുക്ക് പ്രിമിറ്റീവ് സബ്സ്റ്റൻസ് ഓഫ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഈസ് ഡൺ ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ വേൾഡ് അണ്ടർ ഡിഫറെൻറ്റ് നൈംസ്. ഇൻ നോർത്ത് ഇന്ത്യ ഇറ്റ് ഈസ് കാൾഡ് ജമ്മിങ്, ആൻഡ് അതുപോലെ തന്നെ ഇൻ സെൻട്രൽ അമേരിക്ക ആൻഡ് മെക്സിക്കോ ഇറ്റ് ഈസ് കാൾഡ് മിൽപ്പ, ആൻഡ് പീപ്പിൾ ഇൻ ഇന്തോനേഷ്യ ആൻഡ് മലേഷ്യ ദേ കാൾഡ് ഇറ്റ് ആസ് ലഡാങ് എന്നീ പേരുകളാണ് വിളിക്കുന്നത്. അപ്പോൾ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഓഫ് അഗ്രികൾച്ചർ, പ്രാകൃത ഉപജീവന കൃഷി അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അത് ആദ്യം നമ്മൾ പറഞ്ഞത് ഏതെല്ലാം പ്രദേശങ്ങളിലാണ് ഇത് കണ്ടുവരുന്നതെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞത് ട്രൈബുകൾക്കിടയിലാണെന്ന് പറഞ്ഞു. മധ്യ അമേരിക്കയിലെ, സെൻട്രൽ അമേരിക്കയിലെയും അതേപോലെ തന്നെ സൗത്ത് അമേരിക്ക, തെക്കേ അമേരിക്കയിലെയും അതേപോലെ തന്നെ ആഫ്രിക്കയിലെയും അതേപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ, തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും ട്രൈബുകൾക്ക് ഗോത്രങ്ങൾക്കിടയിലാണ് ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ കണ്ടുവരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ദ ഇൻഹാബിറ്റൻസ് ക്ലിയർ ദ വെജിറ്റേഷൻ ബൈ സെറ്റിംഗ് ഫയർ ടു ഈറ്റ്. കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭൂഭാഗത്തിലെ കാടുകളെല്ലാം വെട്ടിത്തെളിച്ച ശേഷം അവർ തീയിട്ട് നശിപ്പിക്കും.
അപ്പോൾ അതുകൊണ്ട് തന്നെ ദ ആഷ് ദസ് ഫോംഡ്, അങ്ങനെ ഉണ്ടാകുന്ന ചാരം ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ, മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കും. സോ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഈസ് ആൾസോ കാൾഡ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. ഇങ്ങനെ കാട് വെട്ടിത്തെളിച്ച് തീയിട്ട് ചുട്ട ശേഷം കൃഷി ചെയ്യുന്നത് കൊണ്ട് ഇതിനെ സ്ലാഷ് ആൻഡ് ബേൺ അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേര് വെട്ടിച്ചുട്ട കൃഷി എന്നാണ് ഇതിന് പേരിട്ട് വിളിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ഈസ് ഡൺ ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ വേൾഡ് അണ്ടർ ഡിഫറെൻറ്റ് നൈംസ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടത്തപ്പെടുന്ന ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പല പേരുകളാണ് അറിയപ്പെടുന്നത്. ഇൻ നോർത്ത് ഇന്ത്യ ഇറ്റ് ഈസ് കാൾഡ് ജമ്മിങ്. അതേപോലെ തന്നെ ഇൻ സെൻട്രൽ അമേരിക്ക ആൻഡ് മെക്സിക്കോ ഇറ്റ് ഈസ് കാൾഡ് മിൽപ്പ. അതേപോലെ പീപ്പിൾ ഇൻ ഇന്തോനേഷ്യ ആൻഡ് മലേഷ്യ കാൾഡ് ആസ് ലഡാങ് എന്നീ പേരുകളിലുമാണ് വിളിക്കുന്നത്. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ ഇതിന് ജമ്മിങ് എന്നും സെൻട്രൽ അമേരിക്കയിലും അതായത് മധ്യ അമേരിക്കയിലും അതേപോലെ മെക്സിക്കോയിലും അതിന് വിളിക്കുന്ന പേര് മിൽപ്പയെന്നും ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഉള്ള ആളുകൾ ഈ കൃഷിയെ വിളിക്കുന്ന പേര് ലഡാങ് എന്നുമാണ്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞതിനകത്ത് ആദ്യം നമ്മൾ പറഞ്ഞ ട്രാൻസ്ഹ്യൂമൻസ് ആണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് കൊമേഴ്സ്യൽ ലൈഫ് സ്റ്റോക്ക് റിയറിംഗ് ആണ്, അതായത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കാലി വളർത്തലാണ് പറഞ്ഞത്. മൂന്നാമത് നമ്മൾ പറഞ്ഞ അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചർ നമ്മൾ പറഞ്ഞത് വിളകളുടെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലോ കൃഷിരീതികളുടെ അടിസ്ഥാനത്തിലോ അതേപോലെ ഒക്കെ രീതികളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ നമ്മൾ പലതായി തിരിക്കുമെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തതാണ് നമ്മൾ പ്രാകൃത ഉപജീവന കൃഷി അല്ലെങ്കിൽ നമ്മൾ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഇൻറ്റൻസീവ് സബ്സ്റ്റൻസ് ഓഫ് അഗ്രികൾച്ചറാണ്. അതായത് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഓഫ് അഗ്രികൾച്ചർ, തീവ്ര ഉപജീവന കൃഷി. തീവ്ര ഉപജീവന കൃഷി തീവ്ര ഉപജീവന കൃഷി ആണ് നമുക്ക് അടുത്തായിട്ട് പഠിക്കുന്നത്. തീവ്ര ഉപജീവന കൃഷി എന്ന് പറയുന്നത് വി ഫൈൻഡ് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഓഫ് അഗ്രികൾച്ചർ ഓർ കൾട്ടിവേഷൻ ഈസ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് റീജിയൻസ് ഇൻ ഏഷ്യ വിത്ത് മൺസൂൺ റെയിൻസ്. അതായത് ഏഷ്യ പോലുള്ള മൺസൂൺ കാലാവസ്ഥ ലഭിക്കുന്ന അതേപോലെ ജനസാന്ദ്രത കൂടിയ മേഖലകൾ. അതായത് ഏഷ്യ പോലുള്ള രാജ്യങ്ങളുടെ പ്രത്യേകത മൺസൂൺ കാലാവസ്ഥയാണ്. മാത്രമല്ല അവിടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയുമാണ്. അപ്പോൾ അങ്ങനെയുള്ള മൺസൂൺ കാലാവസ്ഥ ലഭിക്കുന്ന വളരെ ജനസാന്ദ്രത കൂടിയ ഏഷ്യ പോലുള്ള ഭൂപ്രദേശങ്ങളിലാണ് ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഓഫ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ തീവ്ര ഉപജീവന കൃഷി എന്ന് പറയുന്നത് നടത്തുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഓഫ് അഗ്രികൾച്ചർ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് മറ്റൊരു കൃഷി രീതിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇത് പറയുമ്പോൾ അഗ്രികൾച്ചർ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വിളകളുടെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലും കൃഷിരീതികളുടെ അടിസ്ഥാനത്തിലും അതേപോലെ മൃഗങ്ങളെ പോറ്റി വളർത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലും കൃഷിരീതികൾ പലതുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഓഫ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ നമ്മൾ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ പഠിച്ചത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഓഫ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ തീവ്ര ഉപജീവന കൃഷിയാണ്. അത് നമ്മൾ പറഞ്ഞു ഏഷ്യയിലെ ജനനിബിഡമായിട്ടുള്ള അല്ലെങ്കിൽ ജനസാന്ദ്രത കൂടിയ മൺസൂൺ കാലാവസ്ഥയുള്ള ഭൂപ്രദേശങ്ങളിലാണ് ഈ തീവ്ര ഉപജീവന കൃഷി കണ്ടുവരുന്നത് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഡൺ ഇൻ 2 ഡിഫറെൻറ്റ് ടൈപ്സ്. ഇതിനെ നമുക്ക് വീണ്ടും രണ്ടായി തിരിക്കാം. ഈ പറഞ്ഞ തീവ്ര ഉപജീവന കൃഷി നമുക്ക് 2 തരത്തിലാണ് കണ്ടുവരുന്നത്. ഒന്ന് വെറ്റ് പാഡി അഗ്രികൾച്ചറും 2 നോൺ പാഡി അഗ്രികൾച്ചറുമാണ്. പാഡി എന്ന് പറഞ്ഞാൽ നെല്ലാണ്. അപ്പോൾ വെറ്റ് പാഡി അതുപോലെ തന്നെ നോൺ പാഡിയാണ്. വെറ്റ് പാഡി കൾട്ടിവേഷനും അതേപോലെ തന്നെ നോൺ പാഡി കൾട്ടിവേഷനാണ്. ആ പേര് തന്നെയുണ്ട്. പാഡി അഗ്രികൾച്ചർ ആകുമ്പോഴത്തേക്ക് നെല്ലിനാണ് പ്രാധാന്യം. നോൺ പാഡി ആകുമ്പോൾ നെല്ല് ഇതരമായിരിക്കും, നെല്ലിന് പ്രാധാന്യം ഇല്ല എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുക, നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ജനനിബിഡമായ ഏഷ്യ പോലുള്ള പ്രദേശങ്ങളിലെ മൺസൂൺ കാലാവസ്ഥയുള്ള മേഖലകളിലാണ് ഈ ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഓഫ് അഗ്രികൾച്ചർ കൃഷി ചെയ്യുക. അത് നമ്മൾ 2 തരത്തിൽ കണ്ടിരുന്നു. ഇറ്റ് ഈസ് ഡൺ ഇൻ 2 ഡിഫറെൻറ്റ് വേയ്സ്. അതൊന്ന് പറഞ്ഞ ഒന്നാമത്തത് വെറ്റ് പാഡി കൾട്ടിവേഷനും 2 നോൺ പാഡി കൾട്ടിവേഷനുമാണ്. അതിൽ ആദ്യത്തത് വെറ്റ് പാഡി കൾട്ടിവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ വെറ്റ് പാഡി കൾട്ടിവേഷൻ എന്താണ് നമുക്ക് നോക്കാം. വെറ്റ് പാഡി കൾട്ടിവേഷൻ ഈസ് മെയിൻലി ഡൺ വിത്ത് റൈസ് ക്രോപ്പ്. ഈ വെറ്റ് പാഡി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് പ്രധാനമായിട്ടും നെല്ലാണ് കൃഷി ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആസ് ദ ലാൻഡ് ഈസ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ദെയർ ലാൻഡ് ഹോൾഡിങ്സ് ആർ വെരി സ്മാൾ. നമ്മൾ പറഞ്ഞല്ലോ ജനനിബിഡമായ മേഖലയാണെന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഓരോരുത്തരെയും ആളോഹരി കൃഷിഭൂമി അളവ് കുറവായിരിക്കും. ഇത്തരം പ്രദേശങ്ങൾ ഓരോരുത്തരുടെ കൈവശം ഇരിക്കുന്ന കൃഷിഭൂമിയുടെ അളവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ദ ഫാർമർ ആൻഡ് ഹിസ് ഫാമിലി വർക്ക് ഹാർഡ്. അതുകൊണ്ട് തന്നെ കൃഷിക്കാരനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും കഠിനമായിട്ട് അധ്വാനിക്കുന്നു. ഓൺ ദ സ്മാൾ ഹോൾഡിങ്സ് ദെയർ ബൈ മേക്കിംഗ് ഇൻറ്റൻസീവ് യൂസ് ഓഫ് ലാൻഡ് അവൈലബിൾ. അവരുടെ കൈവശം ഇരിക്കുന്ന ഈ ചെറിയ കൃഷിഭൂമിയിൽ അവർ അമിതമായി പണിയെടുത്ത് അല്ലെങ്കിൽ കഠിനമായി പണിയെടുത്ത് നല്ല രീതിയിലുള്ള വിളവ് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നു. സോ ഈൽഡ് പെർ യൂണിറ്റ് ഏരിയ ഈസ് വെരി ഹൈ. ഞാൻ പറഞ്ഞില്ല അവരെ കൈവശം ഇരിക്കുന്ന ഭൂമി കുറവാണ്. അങ്ങനെ നമ്മൾ ഏരിയ വെച്ച് നോക്കുമ്പോൾ അവരെ കൈവശം ഇരിക്കുന്ന ഭൂമി വെച്ച് നോക്കുമ്പോൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന കൂടുതലാണ്. ബട്ട് പെർ ലേബർ പ്രൊഡക്ടിവിറ്റി ഈസ് ലോ. എന്നാൽ അവരുടെ അധ്വാന ശേഷി വെച്ച് നോക്കിയാൽ ഉൽപ്പാദനം കുറവാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായില്ല. അവരുടെ കൈവശം ഭൂമി കുറവാണ്. അതുകൊണ്ട് കൃഷിക്കാരനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും കഠിനമായി അധ്വാനിച്ചാണ് അവിടെ വിളവുണ്ടാക്കുന്നത്. അങ്ങനെ കൃഷിഭൂമിയുടെ അളവ് വെച്ച് നോക്കിയാൽ അയാൾക്ക് കിട്ടുന്ന ഉൽപ്പാദനം കൂടുതലും, എന്നാൽ അദ്ദേഹത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും അധ്വാനം വെച്ച് നോക്കിയാൽ ആ അധ്വാനത്തിന് കിട്ടിയിരിക്കുന്ന വിഹിതം എന്ന് പറഞ്ഞാൽ കുറവുമാണ്. ഇതാണ് ഈ വെറ്റ് പാഡി കൾട്ടിവേഷൻ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ട് ഓർമ്മിക്കുന്നത് ഇത്രയേ ഉള്ളൂ. വെറ്റ് പാഡിയിൽ കൾട്ടിവേഷനിൽ നെല്ലാണ് പ്രധാനപ്പെട്ട വിള എന്ന് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പോൾ വെറ്റ് പാഡി കൾട്ടിവേഷൻ ഈസ് മെയിൻലി ഡൺ വിത്ത് റൈസ് ക്രോപ്പ്. നെല്ല് പ്രധാനപ്പെട്ട ഒരു വിളയാക്കിക്കൊണ്ട് നടത്തുന്നതാണ് ഈ വെറ്റ് പാഡി കൾട്ടിവേഷൻ എന്ന് പറയുക. പിന്നെ നമ്മൾ പറഞ്ഞു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ്. അതുകൊണ്ട് ഫാർമറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അയാളുടെ ലാൻഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കുറച്ച് ഭൂമി മാത്രമേ അദ്ദേഹത്തിന് കാണുന്നുള്ളൂ എന്നുള്ളതാണ്. ആ ഭൂമിയിൽ അദ്ദേഹവും കുടുംബാംഗങ്ങളും കഠിനമായി പണിയെടുത്ത് അല്ലെങ്കിൽ അധ്വാനിച്ചാണ് വിളവ് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കൃഷിഭൂമിയുടെ അളവ് വെച്ച് ഉൽപ്പാദനം കൂടുതലും അദ്ദേഹത്തിൻ്റെ അധ്വാന ഭാരം വെച്ച് ഉൽപ്പാദനം കുറവാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, വെറ്റ് പാഡി കൾട്ടിവേഷൻ ഈസ് മെയിൻലി ഡൺ വിത്ത് റൈസ് ക്രോപ്പ്. ആസ് ദ ലാൻഡ് ഈസ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ദെയർ land holdings are very small. The farmer and his family work hard on the small holdings, thereby making intensive use of land available. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈൽഡ് പെർ യൂണിറ്റ് ഏരിയ ഈസ് വെരി ഹൈ, ബട്ട് പെർ ലേബർ പ്രൊഡക്ടിവിറ്റി ഈസ് ലോ. ഇനി ഇതിനകത്ത് നമുക്ക് ഒരെണ്ണം കൂടിയാണുള്ളത്, നോൺ പാഡി കൾട്ടിവേഷൻ. ആ പേര് പറയുന്ന പോലെ തന്നെ നെല്ലിന് പ്രാധാന്യമില്ലാത്തത്. അപ്പോൾ ഹിയർ ക്രോപ്സ് അതർ ദാൻ പാഡി ആർ കൾട്ടിവേറ്റഡ്. അതായത് നോൺ പാഡി കൾട്ടിവേഷനിൽ നെല്ലല്ലാത്ത കൃഷികളാണ് ചെയ്യുക, അല്ലെങ്കിൽ നെല്ല് ഇതര വിളകളാണ് കൃഷി ചെയ്യുക. ഓൺ അക്കൗണ്ട് ഓഫ് ഡിഫറൻസ് ഇൻ ക്ലൈമറ്റ്, അതായത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം, സോയിൽ മണ്ണിനുണ്ടാകുന്ന വ്യത്യാസം, ആൻഡ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, പാഡി കനാറ്റ് ബി കൾട്ടിവേറ്റഡ് ഓൺ ദീസ് റീജിയൻസ്. അതാണ് കാര്യം. എന്തുകൊണ്ട് ഇവിടെ നെല്ലിതര വിളകൾ കൃഷി എന്ന് ചോദിച്ചാൽ കാലാവസ്ഥയിലുള്ള വൈവിധ്യങ്ങൾ കൊണ്ടും അതേപോലെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ കൊണ്ടും അതേപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഉള്ള വ്യത്യാസങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ മണ്ണിൻ്റെ ഒക്കെ ഉണ്ടാകുന്ന വ്യത്യാസം ഇതൊക്കെ കൊണ്ട്. അപ്പോൾ പല സ്ഥലത്തും പലതരത്തിലുള്ള മണ്ണാണെന്ന് നമുക്കറിയാം. ആ മണ്ണിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട്, കാലാവസ്ഥയിലുള്ള വ്യത്യാസം കൊണ്ട്, ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ കൊണ്ട് ആ പ്രദേശങ്ങളിൽ നെല്ല് കൃഷി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നോൺ പാഡി കൾട്ടിവേഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രധാനമായിട്ട് പിന്നെ സോയ, വീറ്റ്, ഗോതമ്പ്, ബാർലി ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുക. നമ്മൾ പ്രധാനമായിട്ട് നോക്കിയാൽ ഇൻ ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻ വീറ്റ് ഈസ് ഗ്രൗൺ. നമ്മൾ കാണുന്നത് ഈ ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻ സമതല പ്രദേശങ്ങളിൽ, ഈ സമതല പ്രദേശങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും ഗോതമ്പ് കൃഷി ചെയ്യുന്നൊരു കാരണം അതാണ്. അപ്പോൾ അവിടെ നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമാകാത്ത തരത്തിലുള്ള വ്യത്യാസമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ രണ്ടാമത്തതാണ്. അപ്പോൾ നമ്മൾ രണ്ട് തരം കൃഷി നമുക്കിവിടെ പറഞ്ഞ കൃഷി പലതരത്തിലുണ്ട്. അതിൽ രണ്ടെണ്ണമേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇനി തുടർന്ന് അങ്ങോട്ട് വേറെയും പറയാനുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് ക്ലാസ്സിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ പഠിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ട്രാൻസ്ഹ്യൂമൻസ് ആണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് കൊമേഴ്സ്യൽ ലൈഫ് സ്റ്റോക്ക് റിയറിങ്ങും, അത് കഴിഞ്ഞ് നമ്മൾ അഗ്രികൾച്ചർ വന്നിട്ട് നമ്മളത് പലതരത്തിലുണ്ടെന്ന് ക്രോപ്സിൻ്റെയും അതേപോലെ തന്നെ വിള രീതികളുടെയും അടിസ്ഥാനത്തിൽ
നമ്മൾ പലതരത്തിലുള്ള കൃഷിയുണ്ടെന്ന് പറഞ്ഞു. അതിൽ 2 കൃഷി രീതിയാണ് പറഞ്ഞത്. തുടർന്ന് വേറെയും കൃഷി രീതികളുണ്ട്. അതിൽ നമ്മൾ 2 നമ്മൾ ഒന്ന് പറഞ്ഞ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഓഫ് അഗ്രികൾച്ചർ, പ്രാകൃത ഉപജീവന കൃഷിയും, 2 ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഓഫ് അഗ്രികൾച്ചർ, അല്ലെങ്കിൽ തീവ്ര ഉപജീവന കൃഷിയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. തുടർന്ന് നമുക്കിതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവർക്കും നമസ്കാരം.